വലിയ പ്രതിഷേധങ്ങൾക്കിടയിലാണ് കോഴിക്കോട് ബൈപ്പാസിൽ ഒളവണ്ണയിൽ ടോൾ പിരിക്കുന്നതിന് മുന്നോടിയായിട്ട് ട്രയൽ റൺ ആരംഭിച്ചിരിക്കുന്നത്. പൈസ വാങ്ങാതെയാണ് വാഹനങ്ങൾ ഈ ട്രയൽ റണ്ണിൽ കടത്തിവിടുന്നത്. നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടൻ തന്നെ പണം പിരിച്ചുകൊണ്ടുള്ള ടോൾ പിരിവ് ആരംഭിക്കും. അങ്ങനെ ടോൾ പിരിവ് ആരംഭിച്ചാൽ തടയുമെന്നാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. കാരണം പല സ്ഥലത്തും സർവീസ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. അങ്ങനെ നിർമ്മാണം പൂർത്തീകരിക്കാതെ ടോൾ പിരിക്കാൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് പറയുന്നതിന് മുൻപും സമരം നടത്തിയിരുന്നു. പക്ഷേ നാട്ടുകാർക്കുള്ള ആശങ്ക എന്ന് പറയുന്നത് ഈ ടോൾ പ്ലാസയ്ക്ക് 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്വകാര്യ വാഹനങ്ങൾക്ക് 340 രൂപയുടെ ഒരു പാസ് മാത്രം, മന്ത്ലി പാസ് മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ സൗജന്യ യാത്ര വേണമെന്ന് പറയുന്നു. ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നാഷണൽ പെർമിറ്റുകൾ അല്ലാത്ത വാണിജ്യ വാഹനങ്ങൾക്ക് 50% കിഴിവ് മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. നാട്ടുകാർ എനിക്കൊപ്പമുണ്ട്. നിങ്ങൾ പറയുന്നത് സൗജന്യ യാത്ര വേണമെന്നാണ് അല്ലേ? ഞങ്ങൾക്ക് രാമനാട്ടുകര റെസിഡൻസ് അസോസിയേഷൻ്റെ കോർഡിനേഷനാണ്, 45 റെസിഡൻസ് അസോസിയേഷൻ്റെ കൂട്ടായ്മയുള്ള കോർഡിനേഷനാണ് റേസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഞങ്ങൾ ഏതാണ്ട് 10 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ ഈ ടോൾ പ്ലാസ, ഒളവണ്ണ ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ 340 രൂപ എല്ലാ മാസവും കൊടുത്ത് പോകാൻ പ്രദേശവാസികൾക്ക് ഏറ്റവും പ്രയാസമുണ്ട്. ഇതിലുപരി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. ഇന്നിവിടെ ഫ്രീ ആയിട്ടാണ് ഇതിൻ്റെ ട്രയൽ റൺ നടത്തിയത്. ഞങ്ങൾക്ക് ഇത് എന്നും ട്രയൽ റണ്ണായി മാറി എല്ലാ ദിവസവും ഈ പ്രദേശത്തുള്ളവർക്ക് സൗജന്യമായിട്ട് നൽകാവുന്ന ഒരു സംവിധാനത്തിലേക്ക് കോൺട്രാക്ടർ ഇതിൻ്റെ ബന്ധപ്പെട്ട NHAIയുടെ ഉദ്യോഗസ്ഥരെ നൽകണം. സ്ഥിരമായിട്ട് പോകാത്ത ആൾക്കാർ കുറേ ഉണ്ട്. എപ്പോഴെങ്കിലും മാസം 1-2 പ്രാവശ്യം പോകുന്ന ആൾക്കാരും ഈ ഒരു എമൗണ്ട് അടയ്ക്കണമെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്ഥിരമായിട്ട് പോകുന്നതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ പോകുന്ന മാസങ്ങളിൽ 1-2 പ്രാവശ്യം പോകുന്ന ആൾക്കാരുണ്ടാവുക. അപ്പോൾ അവർക്കൊരു വലിയൊരു ബാധ്യതയായിട്ട് തന്നെ തീരുന്നൊരവസ്ഥ. കാരണം അടുത്തുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ചുറ്റുവട്ടത്തുള്ള പ്രത്യേകിച്ച് ഒരു 10-20 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള മാക്സിമം അവർ സപ്പോർട്ട് ചെയ്താലേ ഞങ്ങൾക്ക് ഇത് മുന്നോട്ട്, സാധാരണക്കാർക്ക് അത് പ്രയാസമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും കൂട്ടിയിട്ട് ഒരു പ്രക്ഷോഭത്തിന് തയ്യാറായിക്കൊണ്ട് തന്നെയാണ് വരാൻ നിന്നപ്പോൾ ഒരു പ്രതിനിധിയുള്ള നിൽക്കാണ് താൽക്കാലികമായിട്ട് ഞങ്ങൾ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിൽ രമ്യമായി ഇത് പരിഹരിക്കണം, അതിന് വേണ്ടപ്പെട്ടത് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. ഏതായാലും എല്ലാ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാൻ വേണ്ടി ടോൾ പ്ലാസയ്ക്ക് സമീപം സർവീസ് റോഡും ഇല്ല. അതുകൊണ്ട് എല്ലാ വാഹനങ്ങളും ബൈപ്പാസ് വഴി വന്നാൽ നിർബന്ധമായും ഈ ടോൾ പ്ലാസയിലൂടെ തന്നെ കടന്നു പോകേണ്ടി വരും. ഏതായാലും ഇനി സ്ഥിരമായി ടോൾ പിരിവ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതൊരു സമരഭൂമിയായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇന്ന് റിപ്പോർട്ടർ.